ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ ദുരന്തബാധിതർ പട്ടിണി സമരത്തിൽ. ക്യാമ്പിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം അംഗീകരിക്കുന്നില്ലെന്നും ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ഇത്രയും ദിവസമായിട്ടും ഇന്ന് 6 ദിവസമായി അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നവരൊന്ന് സന്ദർശിക്കാനോ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധം ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ക്യാമ്പിലുള്ളവരെല്ലാം പട്ടിണി സമരത്തിൽ ഏർപ്പെടുകയാണ്. ഞങ്ങൾ ഇന്ന് പട്ടിണി സമരത്തിലാണ്. പൊതുവായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ നാളത്തെ അവരുടെ ഇതിലും തീർപ്പായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷം വീട്ടിലേക്ക് തന്നെ മടങ്ങി ആ വീടുകളിൽ കൂടെ താമസിക്കാനും ഒക്കെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇതൊരു സൂചന മാത്രമാണ്. ഇത് അതല്ലെങ്കിൽ ഇനി നാളെ ഇത് തന്നെ തുടരും. ഇപ്പോൾ വരുന്ന ഒരു വിവരം, ഈ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഇടുക്കി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്നും ലാൽകൃഷ്ണൻ കട്ടപ്പനയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാൽകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ലാൽകൃഷ്ണൻ, ഈ സമരം അവസാനിച്ചോ? എങ്ങനെയാണ്, എന്തുറപ്പിലാണ് ഈ സമരം അവസാനിച്ചിരിക്കുന്നത്? ദിലീപ്, ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്ന് തോന്നിയ ഇടത്തേക്ക് 25 കുടുംബങ്ങളെ പറഞ്ഞുവിടാൻ തീരുമാനമായിരുന്നു. 15 കുടുംബങ്ങളെ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ ആണ് ധാരണയായിരുന്നത്. പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്, അതുകൊണ്ട് തന്നെ അനുയോജ്യമായ രീതിയിലുള്ള പാക്കേജുകൾ അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു ദുരിതബാധിതരുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാനോ പരിശോധിക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് രാവിലെ മുതൽ പട്ടിണി സമരത്തിലേക്ക് കടന്നത്. ഏകദേശം 10 മണിയോടുകൂടി ജില്ലാ കളക്ടർ വീഡിയോ കോൺഫറൻസ് വഴി ഈ ദുരിതബാധിതരുമായി സംസാരിക്കുകയായിരുന്നു. ആ ചർച്ചയിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് നാളെ മന്ത്രിതലത്തിൽ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ആ യോഗം വീഡിയോ കോൺഫറൻസ് വഴി ദുരിതബാധിതരെയും നേരിട്ട് കാണിക്കും. ആ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കും. NHA അടക്കമുള്ള അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ അതിന് നഷ്ടപരിഹാരം അടക്കം മേടിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും എന്ന കാര്യം ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ആരും ക്യാമ്പ് വിട്ടു പോകാൻ തയ്യാറായിട്ടില്ല. പോകാൻ നിർദ്ദേശിച്ച 25 കുടുംബങ്ങളടക്കം എല്ലാവരും ഇപ്പോഴും ആ ക്യാമ്പിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളത്തെ തീരുമാനം, അതായത് സമിതി യോഗത്തിലുണ്ടാകുന്ന തീരുമാനം അനുകൂലമല്ല എങ്കിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം വ്യാപിപ്പിക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് കൂടുതൽ യോഗങ്ങളടക്കം ക്യാമ്പിൽ നടക്കുന്നുണ്ട്. ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവധിയാണ്. കാരണം ക്യാമ്പിൽ കൂടുതൽ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരെ എല്ലാവരെയും തിരിച്ച് ഇവരുടെ കോളനിയിൽ ഉന്നതി ഭാഗത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അപ്രായോഗികമായ കാര്യമാണ്. മാത്രമല്ല ഇവരെ തൽക്കാലം താമസിപ്പിക്കാൻ തീരുമാനിച്ച ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് അടക്കമുള്ളവ ചോർന്നൊലിക്കുന്നതാണ്. ഏകദേശം 1 കൊല്ലം മുമ്പ് ആ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നവർ പോലും അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്ന ഗതി ഉണ്ടായിരുന്നു. അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കിയതുമാണ്. പക്ഷേ പകരം സംവിധാനം എന്നൊന്നുണ്ടായില്ല. അതിന് പകരമാണ് 25 കുടുംബങ്ങൾ സുരക്ഷിതമാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് മാറ്റാം എന്ന തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തത്. ആ തീരുമാനം അംഗീകരിക്കാനും ക്യാമ്പിൽ കഴിയുന്നവർ സന്നദ്ധരായിട്ടില്ല. പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ. ഇത് കരാർ കമ്പനി നടത്തിയ നിയമലംഘനവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാതെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടത്താതെ നടത്തിയ നിർമ്മാണത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ ദുരന്തം. അതുകൊണ്ട് തന്നെ അർഹമായ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ ക്യാമ്പ് വിട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് ഇപ്പോഴും സമരസമിതിക്കും ദുരിതബാധിതർക്കുമുള്ളത്. ഓക്കെ, അടിമാലി മണ്ണിടിച്ചിലിലെ ദുരിതബാധിതരാണ്. അവരുടെ സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ മന്ത്രിതല സമിതിയിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം എന്ന നിലയിലും ചില നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നാളത്തെ ചർച്ചയിൽ ഇത്തരം തീരുമാനങ്ങളൊക്കെ, അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകട്ടെ. വിവരങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്ന് ലാൽകൃഷ്ണനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.